ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു ചെറിയ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നാഷണൽ ഇൻകം ആൻഡ് റിലേറ്റഡ് അഗ്രിഗേറ്റ്സ് എന്നൊരു ടോപ്പിക് ചെയ്തിരുന്നു. അതിൽ ഒരു നാഷണൽ ഇൻകത്തിൻ്റെ അഗ്രിഗേറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡുകളാണ് ഞാൻ അതിൽ പറഞ്ഞു കേട്ടോ. പക്ഷേ അതിൽ ഞാൻ ഒരു ഉദാഹരണമായിട്ടൊരു കാൽക്കുലേഷൻ പറയാൻ വിട്ടുപോയി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അതിൽ രണ്ട് കാൽക്കുലേഷനാണ് ഞാൻ കാണിക്കുന്നത്. ഈ അഗ്രിഗേറ്റ്സ് എങ്ങനെ നമ്മൾ അതിൻ്റെ സംഖ്യാരൂപത്തിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നു എന്നാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് ലിങ്ക് ഇവിടെ ഇട്ടേക്കാം. ഇത് ക്ലിക്ക് ചെയ്തിട്ട് ആ വീഡിയോ കണ്ടതിന് ശേഷം ഇത് കാണാൻ ശ്രമിക്കുക. ഓക്കെ, എന്നാലേ പ്രയോജനപ്പെടുത്തുള്ളൂ. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കാൽക്കുലേഷൻ ഓഫ് അഗ്രിഗേറ്റ്സ്. നമുക്ക് ഒന്നാമത്തെ എക്സാമ്പിൾ നോക്കാം. ഇവിടെ GNP/FC ആണ് കാണേണ്ടത്, അതായത് കാൽക്കുലേറ്റ് GNP/FC. അപ്പോൾ അതിൻ്റെ ഓരോ അക്ഷരങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫിഗേഴ്സ് നോക്കാം. അത് ഇൻ ക്രോർസ് ആണ് കേട്ടോ. അപ്പം ആൻസർ കിട്ടുമ്പം അത്രയും ക്രോർസ് എന്ന് എഴുതേണ്ടതുണ്ട്. അപ്പം ഇവിടെ തന്നേക്കുന്ന ഫിഗേഴ്സ് NDP/MP തന്നിട്ടുണ്ട്, ഡിപ്രീസിയേഷൻ, സബ്സിഡീസ്, ഫാക്ടറി ഇൻകം ഫ്രം അബ്രോഡ് ടു അബ്രോഡ്, ഇത്രയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ഇതിൽ രണ്ട് അഗ്രിഗേറ്റ്സ് ആണുള്ളത് അല്ലേ. അപ്പം നമുക്ക് കാണേണ്ട അഗ്രിഗേറ്റ് GNP/FC ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് NDP/MP എന്നൊരു അഗ്രിഗേറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇതിലേക്ക് എത്തേണ്ട ഒരു റൂട്ട് ഇതാണ്. അപ്പം കാണേണ്ടത് ഇടസൈഡിൽ എഴുതുക, എന്താണ് GNP/FC ഈസ് ഈക്വൽ ടു, പിന്നെ തൊട്ടടുത്ത് എഴുതേണ്ടത് ഈ NDP/MP അതിൽ തന്നിട്ടുള്ള അഗ്രിഗേറ്റ് എടുത്ത് എഴുതണം. ഓക്കെ, എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തുമ്പോഴാണ് ഇതിലേക്ക് പോകുന്നത്. ഓക്കെ, നമുക്ക് ഞാൻ പറഞ്ഞില്ല, ഓരോ ലെറ്റർ, ഫസ്റ്റ് ലെറ്റർ N അല്ലേ. അപ്പോൾ NG ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ അവിടെ ഡിപ്രീസിയേഷൻ ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഡിപ്രീസിയേഷൻ വരുമ്പോഴാണ് നെറ്റ് മാറി ഗ്രോസ് ആവുന്നത്. അപ്പം പ്ലസ് ഡിപ്രീസിയേഷൻ എന്ന് എഴുതാം സംശയം കൂടാതെ. ഇനി ഫാക്ടറി ഇൻകം ഫ്രം അബ്രോഡ് മൈനസ് ഫാക്ടറി ഇൻകം ടു അബ്രോഡ്, അതായത് നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം അബ്രോഡ്. ഓക്കെ, അതാണ് ആ ബ്രാക്കറ്റ് കൊടുത്തേക്കുന്നത്. അപ്പം നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം അബ്രോഡ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് രണ്ടാമത്തെ ലെറ്റർ D മാറി N ആയിട്ട് മാറുന്നു. ഓക്കെ, ഇനി അടുത്തത് ഈ വല സൈഡിൽ കിടക്കുന്ന MP ഇല്ലേ, NDP/MPയിലെ MP, അത് മാർക്കറ്റ് പ്രൈസ് ഫാക്ടറി കോസ്റ്റ് ആയിട്ട് മാറണം. അപ്പോഴത്തേക്ക് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡീസ് ആണെന്ന് നമുക്കറിയാം. ഇവിടെ ക്വസ്റ്റ്യനിൽ സബ്സിഡീസ് മാത്രമേ ഉള്ളൂ. അപ്പം ഇൻഡയറക്റ്റ് ടാക്സ് തന്നിട്ടില്ല. അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡീസ് എന്ന് നമ്മൾ ബ്രാക്കറ്റിൽ ഇടുമ്പോഴത്തേക്ക് ഇൻഡയറക്റ്റ് ടാക്സ് അവിടുത്തെ ശൂന്യമായതുകൊണ്ട് ഈ -30 മാത്രം ബ്രാക്കറ്റിൽ വരും. അത് ക്യാൻസൽ ചെയ്ത് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ആ മൈനസും ബ്രാക്കറ്റിനുള്ള മൈനസും ചേർന്ന് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയിട്ടാണ് ഈ പ്ലസ് സബ്സിഡീസ് എന്ന് വരുന്നത് കേട്ടോ. അത് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി എടുത്ത് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും എന്താണ് ഇക്വേഷൻ്റെ ഫോർമേഷൻ ഉണ്ടാക്കിയിട്ട് ഇനി അതിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കുക. ഓക്കെ, NDP/MP 25,000, ഡിപ്രീസിയേഷൻ 5,000, പ്ലസ് എന്താണ് നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം അബ്രോഡ്, അതായത് ഫാക്ടറി ഇൻകം ഫ്രം അബ്രോഡ് മൈനസ് ടു അബ്രോഡ്, അത് 400 മൈനസ് 600 പ്ലസ് 30. അതെങ്ങനെയാണ് വരുന്നത് പറഞ്ഞു. ഇത്രയും കാൽക്കുലേറ്റ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് 29,830 കോടി കിട്ടുന്നു. ഇതാണ് ഒന്നാമത്തെ ഉദാഹരണം. രണ്ടാമത്തെ ഉദാഹരണത്തിൽ GNP/MP ആണ് കാണേണ്ടത്. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന അഗ്രിഗേറ്റ് NDP/FC ആണ്. NDP/FCക്ക് വേറെ പേരുണ്ട്, ഡൊമസ്റ്റിക് ഇൻകം എന്ന് ഞാൻ ആ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വാല്യൂസ് NDP/FC തന്നിട്ടുണ്ട്, ഡിപ്രീസിയേഷൻ, ഇൻഡയറക്റ്റ് ടാക്സ്, ഫാക്ടറി ഇൻകം ടു അബ്രോഡ് ആണ്. ഇത്രയാണ് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പഴയതുപോലെ കണ്ടുപിടിക്കേണ്ട എന്താണ് അഗ്രിഗേറ്റ് ഇടത് സൈഡ് എഴുതുന്നു, GNP/MP ഈസ് ഈക്വൽ ടു തന്നിട്ടുള്ളത് എടുത്തെഴുതുന്നു NDP/FC, പിന്നെ അതിൻ്റെ പ്ലസ് ഓർ മൈനസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം N മാറി G ആവണം. അപ്പോഴത്തേക്ക് പതിവ് പോലെ പ്ലസ് ഡിപ്രീസിയേഷൻ കൊടുക്കുമ്പോഴത്തേക്ക് G ആയി, നെറ്റ് ഗ്രോസ് ആയിട്ട് മാറുന്നു. പിന്നെ അവിടെ ഒരു നമ്മുടെ നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം അബ്രോഡ് ആഡ് ചെയ്യുമ്പോഴാണല്ലോ DN ആയിട്ട് മാറുന്നത്. പക്ഷേ ഇവിടെ പ്രശ്നമുള്ളത് ഫാക്ടറി ഇൻകം ടു അബ്രോഡേ ഉള്ളൂ, ഫ്രം അബ്രോഡ് ഇല്ല. അപ്പം അതെങ്ങനെയാണ് എഴുതേണ്ടത്? നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം അബ്രോഡ് മൈനസ് ടു അബ്രോഡ്, അതായത് പ്ലസ് ആണല്ലോ ചെയ്യേണ്ടത്. പ്ലസ് ബ്രാക്കറ്റിൽ ഫ്രമിൻ്റെ സ്ഥാനത്ത് ഒരു ശൂന്യതയാണ് അല്ലേ. അപ്പം അപ്പുറത്ത് ഫാക്ടറി ഇൻകം ടു അബ്രോഡാണ് നടക്കുന്നത്. മൈനസ് ടു അബ്രോഡ് വരുമ്പോഴത്തേക്ക് ആ മൈനസ് ഇൻറ്റു ബ്രാക്കറ്റിൻ്റെ പുറത്തെ പ്ലസ്, ആ പ്ലസ് ഇൻറ്റു മൈനസ് ആയിട്ട് മാറുന്നു. അങ്ങനെയാണ് ഫാക്ടറി ഇൻകം ടു അബ്രോഡ് വന്നതെന്ന് ഓർക്കുക. ഇനി അടുത്തത് നമ്മൾ FCയെ MP ആക്കേണ്ടതുണ്ട്. അതായത് ഫാക്ടറി കോസ്റ്റിനെ മാർക്കറ്റ് പ്രൈസ് ആക്കുന്നതിന് വേണ്ടിയിട്ട് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആഡ് ചെയ്യണം. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ടാക്സസ് മൈനസ് സബ്സിഡീസ് ആണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ ഇൻഡയറക്റ്റ് ടാക്സ് മാത്രമേ തന്നിട്ടുള്ളൂ, മൈനസ് സബ്സിഡീസ് എന്നുള്ളൊരു സാധനം ഇല്ല. അപ്പോൾ നമുക്ക് പ്ലസ് ഇൻഡയറക്റ്റ് ടാക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് FC/MP ആയിട്ട് മാറുന്നു. അപ്പോൾ അതിൻ്റെ ഫിഗർ കാൽക്കുലേഷൻ, അതായത് ഇക്വേഷൻ ഫോം ചെയ്തു. ഇനി നമുക്ക് അതിൻ്റെ ഫിഗർ എടുത്ത് എഴുതുമ്പോഴത്തേക്ക് 3200 പ്ലസ് 400 മൈനസ് 50 പ്ലസ് 70 എന്ന് വരും. കാൽക്കുലേറ്റ് എടുക്കുമ്പോഴത്തേക്ക് 3620 കോടി എന്ന് കിട്ടുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.